ഒരാൾ തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സമയം വരുമ്പോഴാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും മണ്ണാർക്കാട് നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ കൊള്ളരുതായ്മകൾ എല്ലാതും നീക്കം ചെയ്തിട്ട് പിന്നെ വേണ്ടാത്ത, അതായത് കലാപ കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ BJP സർക്കാർ കൊണ്ടുവരുന്നത്. അതിനാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് കൂടി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൂട്ടിപ്പിടിക്കാമെന്ന് മാത്രമല്ലോ, കേരളത്തിന് സംബന്ധിച്ചിട്ട് പിന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ ഈ പിണറായി സർക്കാർ നമ്മുടെ കേരളത്തിൽ എന്ന് വന്നോ മുഖ്യമന്ത്രിയായിട്ട്, അതിനുശേഷം അതായത് വാർത്താ ചാനലുകാർ ഓരോ വാർത്തയിലും കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ ഞാനും കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും ഇത് ഇവർ പുറത്തു വിടുന്നില്ല. ബീഹാറിൽ ഭയങ്കര പ്രക്ഷോഭമാണ്. കാരണം എങ്ങനെ വോട്ട് കിട്ടി, കാരണം അവർ വോട്ട് ചെയ്യാതെ ഞങ്ങളെങ്ങനെ വോട്ട് നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇതിൽ എന്താ നിതീഷ് ഗഡ്കരി എന്ന് പറയുന്നൊരു അങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ മഴ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത് വരികയാണ്. അപ്പോൾ വെള്ളത്തുള്ളികൾ വല്ലാത്തൊരു പഴയ ഓർമ്മകൾ തരിക. ഇതിപ്പോൾ ഈ വുഡിൻ്റെ മുകളിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ചാടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്, അതിപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് പല ഫീലിംഗ് ആവും വരിക. ഈ മഴ ശരിക്കും മഴയല്ല, എന്തൊക്കെയോ ഒരു സൂചനകൾ തരുന്നൊരു മഴയാണ്. അപ്പോൾ മഞ്ഞ് വൈകുന്നേരത്ത് ഒരു 6-6:30 ആകുമ്പോൾ മഞ്ഞ് നല്ല മൂടുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പിന്നെ രാവിലെ 9 മണിക്ക് നമ്മുടെ സൂര്യൻ ചേട്ടൻ വെറുതെ നിന്ന് തലപൊക്കി പോയി, ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഴ ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ പെയ്യുന്നില്ല. ഇതിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ഒരു സമയമാണ് നമ്മുടെ നാട്ടിൽ. ഒരാളും ഇല്ല കേട്ടോ, ഒരാളും ഇല്ല എന്നുള്ളൊരു വണ്ടികളും ഇല്ല. ഒക്കെ ഈ മഴ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഴ ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ചെറിയൊരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തേക്കും കാണില്ല. എന്നാൽ അനാവശ്യമായിട്ട് ഇറങ്ങാൻ, ആദ്യത്തെ പോലെ 1 കിലോ പഴം വാങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടുള്ളൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കൊറോണ സമയത്ത്. മഴ നല്ല കൂടി ഇവിടെ ഈ സൈഡിൽ നിന്നിട്ട് വണ്ടി നനയാം. അപ്പം ഞാനേ നമ്മളിപ്പോൾ ഉള്ളത് കുന്തിപ്പുഴ പാലത്തിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ ഞാൻ പുഴയത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് പോയതാണ്. കാരണം ഇന്ന് ചെറുതായിട്ടൊരു മഴ പെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതി പോയപ്പോൾ പുഴയിൽ നോക്കുമ്പോൾ മൈലാഞ്ചി കല്യാണം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ പുഴയിൽ അവർ പിന്നെ ഡാൻസ് കളിക്കലും മൈലാഞ്ചി ഇടലും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലാണ്ടാണോ അല്ലെങ്കിൽ എന്തോ ഒരു, അത് മാത്രമല്ല ഒരു ആൽബം ഷൂട്ടിങ്ങും കൂടിയാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ വീഡിയോ അത് മാത്രമേ എടുത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരാളെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവിടെ കുറേ വീഡിയോ ഷൂട്ടിങ് ചെയ്യാൻ ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കണ്ടിരുന്നു. പുഴയിൽ കുളിക്കുന്ന ആൾക്കാരെയും പിന്നെ പോത്തുകളും കന്നുകളും പിന്നെ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി കണ്ടു. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ പറയണതേ, നമ്മുടെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം എവിടേക്കാണ് പോണത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല.
അപ്പോൾ ഇന്നിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 21 വയസ്സായ ഒരു IT കമ്പനിയുടെ ജോലി കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലിറങ്ങിയെന്ന് മാത്രമല്ല, അവർക്ക് അതിന് ഉള്ള യോഗ്യത ഇല്ല അത്രേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പൊരുൾ എന്ന് കിട്ടുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ വലിയ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുമാത്രമല്ലേ, നമ്മുടെ ഈ അതായത് വാർത്താ ചാനലുകാർ ഓരോ വാർത്തയിലും കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ ഞാനും കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും ഇത് ഇവർ പുറത്ത് വിടുന്നില്ല. ബീഹാറിൽ ഭയങ്കര പ്രക്ഷോഭമാണ്. കാരണം എങ്ങനെ വോട്ട് കിട്ടി, കാരണം അവർ വോട്ട് ചെയ്യാതെ ഞങ്ങളെങ്ങനെ വോട്ട് നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇതിൽ നിതീഷ് ഗഡ്കരി എന്ന് പറയുന്നൊരു ആൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ അവിടെ ഫുള്ള് ഫിറ്റായിട്ടാണോ ഇനി അത് നിൽക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണോ എന്നറിയില്ല. അപ്പോൾ മൂപ്പര് ദേശീയഗാനം ചൊല്ലുമ്പോൾ മൂപ്പരിങ്ങനെ അടുത്ത ഒരാളത്ത് ഭയങ്കര എന്തൊക്കെയുമായിട്ട് കുശലം ചോദിക്കുകയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതേ പേര് കണ്ടിട്ടുണ്ടായിരിക്കില്ല, എന്നാലും നമ്മൾ പറയാം. അപ്പോൾ ഈ ഇന്ത്യയെ അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തെ ഇവർ 2 കഷ്ണങ്ങളാക്കി. അത് ഇവരും BJP സർക്കാരും അതേപോലെ തന്നെ ഇലക്ഷൻ ഇന്ത്യ, അതായത് വോട്ട് ചെയ്യുന്ന കമ്മീഷൻ, അവരാണ് ശരിക്കും നമ്മുടെ ജനങ്ങളെ ഒറ്റി കൊടുത്തത്. അവർക്കൊന്നും സമാധാനം ഉണ്ടാവരുത്. ഒരിക്കലും അവർ ഉറങ്ങാനുള്ളൊരു സമാധാനം അവർക്ക് കൊടുക്കരുത്. കാരണം ഈ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസത്തെ നമ്മളിതിനു മുന്നേയും പറഞ്ഞാണ്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ 9 വർഷത്തോളം ഭരിച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം വില കൂടുതൽ, വില കയറ്റം. പിന്നെ ഓരോരോ മാസങ്ങളല്ല, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ വില കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ രക്തം എത്ര ഊറ്റാൻ കഴിയുമോ അത്രയും ഊറ്റിയിട്ട് അവരൊരു നക്കി തിന്നുന്ന സ്വഭാവമാണ്. അപ്പോൾ ഇത് കുറേ നമ്മൾ സഹിച്ചു, ക്ഷമിച്ചു, എന്താ പറയുക, നമ്മൾക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു സമയം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു പിന്നെ സമാധാനത്തോടു കൂടി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഉള്ളൊരു അവസരമൊക്കെ കിട്ടുന്ന നമ്മൾ കുറേ ക്ഷമിച്ചു. പക്ഷേ ഇനിയും 3ാം ഭരണം വരും. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആൾക്കാർ LDF സർക്കാർ അഴിമതിയില്ല, LDF സർക്കാർ പറയുന്നത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നത്തെ ഒരു വാർത്തയിൽ പറയണ്ടായി. അപ്പോൾ ഇയാൾ പൊട്ടനാണോ അതോ ഈ ജനങ്ങൾ പൊട്ടന്മാരാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഇയാൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും കാര്യങ്ങളൊന്നും ഇയാൾ കൊടുക്കണില്ല എന്ന് ഇയാൾ അറിയുന്നുണ്ടാവില്ല. കാരണം AC-ന്ന് AC-ക്ക് പോവാണ്, കള്ളത്തരത്തിൽ നിന്ന് കള്ളത്തരത്തിലേക്ക് പോവാണ്, അഴിമതിയിൽ നിന്ന് അഴിമതിയിലേക്ക് പോവാണ്. അപ്പോൾ ജനങ്ങളുടെ അവസ്ഥ കാണാനുള്ള സമയം ഇയാൾക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയണൊക്കെ ശരിയാണ്. പൊട്ടന്മാരായ, അതായത് ഇപ്പോൾ നമ്മുടെ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം ഒരു കേരളം ശരിക്കൊരു ബീഹാറത്തെ അല്ലെങ്കിൽ ആസാമത്തെ അല്ലെങ്കിൽ മോഡി ഭരിക്കുന്ന ഗുജറാത്തിലെ ആളുകളെ പോലെയുള്ള ബുദ്ധിയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവർ എന്തെന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും പറഞ്ഞ് മനസ്സിലാക്കിയാലും അതല്ല ഇവർ ചെയ്യാൻ പോണത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ പാർട്ടി ഏതോ ആയിക്കോട്ടെ, പാർട്ടിയിലല്ല കാര്യം. പാർട്ടി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. രക്തസാക്ഷി നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പോയി അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരും നിങ്ങളുടെ എന്താ പറയുക പകുതി വരെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അന്നും ഇന്നും നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വരുന്നുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഇവരൊന്നും ഈ രാഷ്ട്രീയ നേതാക്കൾ അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ LDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, LDF-ഉം BJP-യും പാടെ ഒഴിവാക്കാവും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്. ഇപ്പോൾ തമിഴ്നാട് BJP-നെ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്.
ഇവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്ന് മാത്രമല്ല, അഹങ്കാരത്തോടു കൂടിയുള്ള ബുദ്ധിയാണ്. ഞാൻ എന്താ ചെയ്താ, എനിക്ക് എന്താ ചെയ്താ, ഞാൻ ചെയ്തു പോയാൽ ആരെന്നെ തോണ്ടുക, അല്ല ആരെന്നെ പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ. അപ്പോൾ ഈ പരമാവധി ഇപ്പോൾ ഞാനെന്നല്ല കേട്ടോ, നമ്മളൊക്കെ കണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ. അയാൾ ആരും ആയിക്കോട്ടെ, അയാൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അയാൾ ഈ BJP സർക്കാർ ചെയ്ത കാര്യങ്ങൾ, വോട്ട് ചോരി, ഏതൊരു കുട്ടിയേത് ചോദിച്ചാലും മോതിര പടം കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചോരി എന്നാണ് പറയുന്നത്, വോട്ട് കള്ളം എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ ഈ പിന്നെ രാഹുൽ ഗാന്ധി നമുക്ക് അത്രയും തെളിവായിട്ട് വോട്ട് എങ്ങനെയാണ് നടത്തിയത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടും പോലും നമ്മളത് വിശ്വസിക്കുന്നില്ല. എന്നിട്ടും ഒരു പക്ഷേ ഞാൻ വേറൊന്നും കൂടി പറയാം. ഇപ്പോൾ ബീഹാറിലും ഇതേപോലെ അല്ലെ, ഒരു വോട്ട് ചെയ്യാൻ ആൾക്കാരെത്തുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ വോട്ടിൻ്റെ മെഷീനിൽ കുത്തുന്നതിൻ്റെ മുന്നേ അവിടെ സൗണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ പിന്നെ അവർക്ക് വോട്ട് കിട്ടാതിരിക്കോ, നീ പോയിക്കോ ഞാൻ കുത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അത് ചെയ്തിട്ടില്ല, ഇവരത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രക്ഷോഭമാണ്. കാരണം ഞങ്ങൾ ചെയ്യാത്ത വോട്ട് എങ്ങനെ നിങ്ങൾ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആളുകളെ, മന്ത്രിമാരെയും എല്ലാവരെയും അടിച്ചു ഓടിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കൊരു കലാപം ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിന് മുന്നേ പറയാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വാർത്താ മാധ്യമങ്ങൾ ഇതൊന്നും നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടില്ല. അത് കാണിച്ചു തരാത്തതിൻ്റെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ LDFും ഈ BJPയും കൂടി ഒന്നാണ്. അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസത്തെ ആള് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ മൂപ്പര് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്, ഈ BJP തന്നെയാണ് LDFും പിന്നെ നമ്മുടെ ഈ കേരളം ഇല്ലാതേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇന്നലെ മിഞ്ഞാന്ന് നല്ല അടിപൊളി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായി. ഞാൻ മൂപ്പര് ഒരു ആരാധകൻ കൂടിയാണ്. കാരണം സത്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരെ നമ്മൾ ചവിട്ടി പുറത്താക്കും. അല്ലാത്തവരെയാണ് നമ്മൾ, തെറ്റ് ചെയ്യണവർക്ക് ഒരു പ്രശ്നമില്ല, തെറ്റ് ചെയ്യാത്തവരാണ് ഇന്നിപ്പോൾ കൂടുതലും എല്ലാം കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ പിന്നെ മിഞ്ഞാന്ന് 2 ആളുകൾ ആത്മഹത്യ ചെയ്യണ്ടായി. കാരണം BLO ഒന്ന് BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ RSS എന്നൊക്കെ പറയുന്നത് ഒരു ചാനലിൽ ഞാൻ കാണുന്നുണ്ടായി, ഞാനെന്നല്ല കേട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായി. ഈ RSS നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ ചെയ്യണത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായി. അപ്പോൾ ഈ RSS പറഞ്ഞത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഇതാണ്. കാരണം ആദ്യത്തെ RSSും ഇപ്പോഴത്തെ RSSും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ആദ്യമൊക്കെ ഗൂഗിളിൽ പിന്നെ BJP എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എന്താ അറിയോ, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ ഒരു ശൂലം കുത്തിയിറക്കിയിട്ട് ജയ് വിളിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല, കാരണം ആ ഡാറ്റകളൊക്കെ എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ കൊള്ളരുതായ്മകൾ എല്ലാതും നീക്കം ചെയ്തിട്ട് പിന്നെ വേണ്ടാത്ത, അതായത് കലാപ കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ BJP സർക്കാർ കൊണ്ടുവരുന്നത്. അതിനാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കൂടി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൂട്ടിപ്പിടിക്കാമെന്ന് മാത്രമല്ലോ, കേരളത്തിന് സംബന്ധിച്ചിട്ട് പിന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ ഈ പിണറായി സർക്കാർ നമ്മുടെ കേരളത്തിൽ എന്ന് വന്നോ മുഖ്യമന്ത്രിയായിട്ട്, അതിനുശേഷം അയാൾ ലാവ്ലിൻ കേസിൻ്റെ കാര്യം, അതേമാതിരി ശബരിമല, പിന്നെ അതേമാതിരി മകന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്റ്റ്, അതായത് ED കത്തയച്ചിട്ട് ചെല്ലാത്തതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ PMC പദ്ധതിയിൽ കേരളത്തിൻ്റെ, അതായത് വിദ്യാഭ്യാസമില്ലാത്ത നമ്മൾ പിന്നെ ജയിപ്പിച്ച മന്ത്രിമാർ ഒപ്പിട്ടത്. അത് കേരളത്തിൻ്റെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയിലാണ് ശരിക്കും ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ജനങ്ങൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിനക്ക് നിൻ്റെ പ്രശ്നം, എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് എല്ലാവർക്കും ആ പ്രശ്നം ഒപ്പം നേരിടേണ്ടി വരും. അപ്പോൾ പിന്നെ കൂട്ടക്കരച്ചിലും എന്താ പറയുക, പിന്നെ ബോംബ് പൊട്ടലും അവിടെ പൊട്ടലും ഇവിടെ പൊട്ടലൊക്കെ ഉണ്ടാവും. കാരണം അത്രയും അതീവ സുരക്ഷയായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ബോംബ് പൊട്ടുക. അപ്പോൾ ഒരു വട്ടമല്ല പൊട്ടിയിരുന്നു, രണ്ടാമത് കണ്ണൂരിൽ ബോംബ് പൊട്ടണ മാതിരിയല്ല
ഡൽഹിയിലൊക്കെ ബോംബ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും സുരക്ഷയുള്ള ഏരിയയാണ്. ആ ഏരിയയിലൂടെയൊക്കെ ഇവർ പോയിട്ട് ബോംബ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആഭ്യന്തര അമിത്ഷാ എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു നിലനിൽപ്പാണെന്ന് കൂടി ചിന്തിക്കണം. അപ്പോൾ ഇതിന് അവിടുത്തെ വിദ്യാഭ്യാസമുണ്ടോ ഇല്ലേന്നല്ല ഞാൻ പറഞ്ഞട്ടോ, നമുക്ക് കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധി ഉണ്ടാവുമല്ലോ. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ് നമുക്ക് ഈ ബോധം ബുദ്ധി എന്നൊക്കെ പറഞ്ഞത്. അതും കൂടി നമുക്ക് നേരെ ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നിനക്കുള്ളത് നീ വാങ്ങിച്ചോ, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കണ്ടോളാം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. പല ആൾക്കാരും പല അഭിപ്രായം പറയുമെങ്കിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം കൂടി സ്ഥലം ചിലപ്പോൾ വെട്ടി പോവും. ഇപ്പോൾ വോട്ടിൽ കുറേ ഒരു 4 ലക്ഷം ആൾക്കാർ ഔട്ടായ പോലെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയണം. പക്ഷേ ഈ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇവർ കൊടുക്കുന്നുണ്ടോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ഈ സർക്കാർ ജനങ്ങളെ അറിഞ്ഞിട്ടല്ല ഇവർ ഈ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അവരുടെ കുടുംബം, അവരുടെ ഭാവി, അവരുടെ മക്കളും, പിന്നെ അത് മാത്രമല്ല അഴിമതി ഇല്ലാത്ത കേരളത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അത് കരുതിയിട്ടാവാം നമ്മുടെ ഈ ജനങ്ങളെയും കൂടി ഇതിൽ ഒറ്റി കൊടുത്തിട്ടുള്ളത്. എന്തോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ പരമാവധി ഡ്രൈവിംഗ് ചെയ്യുമ്പോഴേ സൂക്ഷിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇപ്പോൾ രാഷ്ട്രീയ പകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആക്സിഡൻറ്റുകൾ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം ഇപ്പോൾ വോട്ട് ചോരി മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യില്ല, അങ്ങനെ പല പല വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വോട്ട് ചെയ്യുമോ ചോദിക്കുക. നമുക്കിപ്പോൾ നമ്മുടെ ഈ LDF സർക്കാർ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതവർ ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അടിക്കാനും തല്ലാനും കൊല്ലാനും വരികയാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാത്ത കാര്യത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവർക്കത് പറഞ്ഞാൽ മതി, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളിനി ഭരിക്കുമ്പോൾ തുടർ ഭരണത്തിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതും കൂടി അവർ പറയുന്നില്ല. അപ്പോൾ ഇവിടെ അവർക്ക് ക്ഷമയില്ല എന്നാണ്. എന്തോലെ നമ്മുടെയൊക്കെ ഒരു കേരളം ഇത്രത്തോളം അധംപതിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാത്തത്? അപ്പോൾ ഈ ബസ്സുകാരനെ ഞാൻ പറയാനറിയാണ്ടല്ല. പക്ഷെ എന്താ അറിയോ, തൃശ്ശൂർ മണ്ണാർക്കാട് പോകുന്ന ബസ്സാണ് ചെറിയത്ത്. അപ്പോൾ അവർക്ക് കുറച്ച് ധൃതിയുണ്ട്. നമ്മളിപ്പോൾ അതനുസരിച്ച് നിന്ന് കൊടുക്കുക. കാരണം അത്രയും ദൂരം പോകേണ്ടതല്ലേ. പിന്നെ ഇവർക്ക് ആശുപത്രി പടി പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പരിഗണന കൊടുക്കുക. പക്ഷേ നമുക്കിപ്പോൾ അവർ വലിയ പരിഗണനയും തരില്ല. എന്നിരുന്നാലും നമ്മളവർക്ക് കൊടുക്കുക, അത്ര തന്നെ. ഇതൊക്കെയാണ് നമ്മുടെ റോഡിലെ അവസ്ഥകൾ. ഇന്നിപ്പോൾ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയത് നിങ്ങൾ കണ്ടില്ലേ? ആ ആംബുലൻസ് പോയതിൻ്റെ ഒരു തിരക്കാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നൽ തീർച്ചയായിട്ടും വേണ്ടാണ്. ആര് കേൾക്കണേ, ആര് പറയണേ, അത് പറഞ്ഞാൽ ആര് അനുസരിക്കണേ, അനുസരണാശീലം നമുക്ക് തീരെയില്ല. അപ്പോൾ ഞാനായാലും ആരായാലും ഇവിടെ ഈ ബൈക്കാരൻ പോകുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ, അതിന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താ പറയുക, സാക്ഷി. അതുമാത്രമല്ല അയാളാണ് പൊയ്ക്കോ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പൊയ്ക്കോന്ന്. ഈ ബൈക്കുകാരെ കൊണ്ടാണ് ശരിക്കും ആകെ പ്രശ്നം. കാരണം ഇതേപോലെ ഒരേ ലെവലിൽ നിർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എങ്ങനെ അറിയോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെയാണ്. പോയാൽ പോരെ. പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരൊക്കെ എന്താ പറയുക, എക്സ്പീരിയൻസ് കാണണം നമ്മൾ. വർത്താനം കൊണ്ടായാലും വേണ്ടില്ല, ഡ്രൈവിംഗ് കൊണ്ടായാലും വേണ്ടില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആവും. ശരിക്ക് ഈ കോടതിപ്പടി പമ്പിൻ്റെ അവിടെ ഒരു സീബ്ര ലൈനും കൂടി കൊടുക്കുകയാണെങ്കിൽ വലിയ ഉഷാറായി. പക്ഷേ
അവിടെ ഒരു ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നലിൻ്റെ എന്തെങ്കിലും ഒരു ബോർഡെങ്കിലും വേണം. ഇത് ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ലാതെ ആൾക്കാർ ഒക്കെ തോന്നിയ പോലെ ഇറങ്ങുകയാണ്. പിന്നെ ഇപ്പം അതിലെന്താ നമ്മൾ പറയുക? അവരടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചൂടാവും. അതിപ്പോൾ ഞാനായാലും ചൂടാവും എന്ന് പറഞ്ഞ പോലെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് പോവാവും. അപ്പോൾ അവർക്ക് ചൂടാവാതെ വേറെ കോലല്ല. കാരണം പ്രഷർ കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ഒക്കെ. കാരണം ഭൂമിയുടെ എന്താ പറയുക, വലിപ്പം കുറഞ്ഞു, അതേപോലെ ഭൂമി കറക്കം കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് നുണയാണോ നേരാണോ എന്ന് ആർക്കറിയാം. ഇതെന്നാ ഭൂമി ഒന്ന് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാരും ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. അതെന്താണാവോ അങ്ങനെയല്ലേ? ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ് ആകെ പ്രശ്നം. കാരണം ബസ്സുകൾ ഇറങ്ങി കയറാനും ഒരാൾ തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സമയം വരുമ്പോഴാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്കാരൻ തന്നെയാണ് പറയേണ്ടത്, വേറെ ആരുമല്ല. കാരണം അവർ ഇപ്പോൾ എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ രാഷ്ട്രീയ അല്ല, മറ്റേ ഇലക്ഷൻ സമയമാണ് എന്ന് പറയാം അവർക്ക്. ഇതിപ്പോൾ റോഡ് ടാറിങ് ചെയ്യുന്നില്ല ചോദിച്ചുമ്പോൾ MLA പറഞ്ഞു മഴ കഴിയട്ടെ എന്ന്. മഴ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാണ് വെയിൽ വരട്ടെ എന്ന്. ആ വെയിൽ വന്നപ്പോൾ പറയാണ് ഇനിയിപ്പോൾ അപ്പം അടുത്ത് മഴ പെയ്യും, അപ്പം പിന്നെ എങ്ങനെ ടാർ ചെയ്യാം. ഇതിപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ. ഇപ്പോൾ എന്തോ നമുക്കിപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ താല്പര്യമാണ്. അപ്പോൾ വോട്ട് ചെയ്യണ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയില്ല. അവർ 5 കൊല്ലം കൂടുമ്പോഴാണല്ലോ നിങ്ങളെ തെരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത്. അതുവരെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നവരുണ്ടാവും, കണ്ടിട്ട് മുണ്ടാതെ പോകുന്നവരുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ 5 വർഷം കൂടുമ്പോൾ ചായ കുടിച്ചോ, നിൻ്റെ അച്ഛൻ മരിച്ചോ, അമ്മയ്ക്ക് സുഖമല്ലേ, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഇവരെ വിട്ടു നിർത്തന്നെ വേണം. അതുവരെ ഇല്ലാത്ത ബന്ധം ഇവർ പെട്ടെന്ന് എവിടുന്ന് വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ഓർത്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം പോയി കുഴി ചാടുന്നത്. ആര് നല്ലത് ചെയ്തോ അവർക്കാണ് നല്ലത് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മോശമാക്കിയിട്ട്, അതായത് നമ്മുടെ ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തിയിട്ട് പിന്നെ ചിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ, അപ്പോൾ അതൊന്നും നല്ലൊരു പ്രവൃത്തി ആയിട്ട് ആരും കാണുന്നുണ്ടോ ഇല്ലയെന്നല്ല കേട്ടോ പറയാം. എന്തായാലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല. ഒക്കെ ഇതിപ്പോൾ അവസാനം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ മൊത്തം അടി കുത്തും വെട്ടും കൊലയും തന്നെ ഉണ്ടാവണേ. അല്ലാതെ വേറെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കാണാൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ ബസ്സുകാരെ തൊള്ളിയിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. എന്നാൽ ആദ്യം എയർ ഹോണിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഈ കിക്കി സൗണ്ട് കൊണ്ടാണ് ഇപ്പോൾ കുടുങ്ങിയത്. ഇതേമാതിരി ചെറിയ വണ്ടികൾ പോക്കറ്റ് റോഡിൽ നിന്ന് ചാടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ ഉയരത്തിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് അത് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഹോണടിച്ചുകൊണ്ടേ ഇരിക്കും. അടിപൊളി പറഞ്ഞാൽ മതി തന്നെ. എനിക്ക് തോന്നുന്നത് ഈ മലയാളികളാണ് കൂടുതൽ ഹോണിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് റോഡിൽ. കാരണം ബാക്കിയുള്ള വണ്ടിക്കാരുണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്നല്ല, പക്ഷെ കൂടുതൽ 90% മലയാളികളാണ് ഹോൺ മുഴക്കിയിട്ട് ശല്യപ്പെടുത്തുന്നത്. ഇവരൊക്കെ എവിടേക്ക് പോകാനാണോ ആവോ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ മഴ പെയ്തിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ട് ഭയങ്കര ക്ലൗഡായിരുന്നു. ഇപ്പോൾ അത് രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അത്ര അല്ല. അപ്പോൾ എന്തോ എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സസ്പെൻസ് തരാച്ചിട്ടായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടുന്ന് നിർത്തുകയാണ്. ഈ കള്ളപ്പന്നി ഞാൻ ബസ്സാന്ന് കരുതി നോക്കുമ്പോൾ ഈവനാണ്. അപ്പോൾ അതിൽ മലയാളിയാണ് ഡ്രൈവർ, അത് യാതൊരു സംശയമില്ല. അവരെന്നെ ഇമ്മാരി ഓണടിക്കുള്ളൂ, അവരെന്നെ വെറുപ്പിക്കുള്ളൂ.